Hi students, welcome back to Social Science Classroom. Today, let us take the last chapter, 12th chapter, Gift of the Nature. With this chapter, our SS will be completed. 12th chapter, Gift of the Nature. As a preface of the chapter, there is a report. Firstly, let us read this report. Okay. In the gift of nature എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പ്രകൃതിയുടെ വരദാനം അല്ലേ? ഗിഫ്റ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ വരദാനം അല്ലെങ്കിൽ പ്രകൃതിയുടെ സമ്മാനം എന്നൊക്കെയാണ്. വായിച്ചു നോക്കാം. നൗറു, എ സ്മാൾ ഐലൻഡ് ഇൻ ദ പസഫിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപാണ് നൗറു. was described as the richest country in the world. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായിട്ടാണ് ആ ദ്വീപ് രാഷ്ട്രത്തെ കണക്കാക്കുന്നത്. ബൈ ദ ഇൻ്റർനാഷണൽ ജേർണൽ നാഷണൽ ജിയോഗ്രഫിക് ഇൻ 1976. 1976 നാഷണൽ ജിയോഗ്രഫിക് എന്ന ചാനൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ട് കണക്കാക്കിയ ഒരു രാജ്യമായിരുന്നു ഇത് നൗറു. This island, which is just 21 square kilometer in area, was once lush green and was the abode of several migratory birds. വെറും 21 സ്ക്വയർ കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഈ ദ്വീപ്, ചെറിയ ദ്വീപാണ്. ആ ചുറ്റളവുള്ള ഈ ദ്വീപ് ഒരു കാലത്ത് എങ്ങനെയായിരുന്നു? പച്ചപ്പ് നിറഞ്ഞ ദ്വീപായിരുന്നു. മാത്രമല്ല ധാരാളം പക്ഷികൾ വന്നണയാറുള്ള ഒരു ദ്വീപായിരുന്നു ഈ നൗറു എന്ന ദ്വീപ്. ബട്ട് നൗ നൗറു ഈസ് എ ബാരൻ ലാൻഡ്. പക്ഷെ ഇപ്പോൾ നൗറുവിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഈ ദ്വീപ് ഒരു വരണ്ട ഭൂമിയായിരിക്കുന്നു. ദ റിസോഴ്സ് ആർ നൗ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. അവിടെയുള്ള വിഭവങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് ലാൻഡ് വിത്ത് എക്സ്പോസ്ഡ് കോറൽ റീഫ്സ് എവരിവെയർ. ആ ദ്വീപിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കോറൽ റീഫ്സ്, പവിഴപ്പുറ്റുകൾ മാത്രമാണ് ഇന്ന് ശേഷിക്കുന്നത്. ഡോണ്ട് യു വാണ്ട് ടു നോ ഹൗ നൗറു ബിക്കം ദിസ് ലൈക്ക് ദിസ്? എങ്ങനെയാണ് ലോകത്തിലെ സമ്പന്നമായ ഒരു രാജ്യം ഇക്കോലത്തിൽ ഈ രൂപത്തിൽ പവിഴക്കാടുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഇത്ര ദരിദ്രസ്ഥിതിയിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? നൗറു വാസ് റിച്ച് ഇൻ ഫോസ്ഫേറ്റ്. നൗറു ദ്വീപ് എന്തായിരുന്നു? ഫോസ്ഫേറ്റ് നിക്ഷേപം കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു. ഫോസ്ഫേറ്റ് എന്തിനുപയോഗിക്കുന്നതാണ്? ദ മിനറൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് കെമിക്കൽ ഫെർട്ടിലൈസർ. രാസവളങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ഒരു കെമിക്കലാണ് ഫോസ്ഫേറ്റ്. ഈ ഫോസ്ഫേറ്റ് വളരെ സമ്പന്നമായി കാണപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു നൗറു. The ill fate of Nauru began when Germany established its colony there in 1888. 1888 ജർമ്മനി നൗറു ദ്വീപിനെ അവരുടെ കോളനിയാക്കി മാറ്റുന്നതോട് കൂടിയിട്ടാണ് നൗറു ദ്വീപിൻ്റെ പതനം ആരംഭിക്കുന്നത്. ആൻഡ് സ്റ്റാർട്ടഡ് ഫോസ്ഫേറ്റ് മൈനിങ്. ജർമ്മനി അവിടെ ഫോസ്ഫേറ്റ് കുഴിച്ചെടുക്കാൻ തുടങ്ങി. ബ്രിട്ടൻ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ആൾസോ സ്റ്റാർട്ടഡ് മൈനിങ് ആക്ടിവിറ്റീസ് ഫോളോയിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഈ രാജ്യങ്ങളൊക്കെ ഈ ദ്വീപിൽ, നൗറു ദ്വീപിൽ ഫോസ്ഫേറ്റ് ഖനനം ആരംഭിച്ചു. നൗറു പ്രോസ്പെർഡ് ത്രൂ ഫോസ്ഫേറ്റ് മൈനിങ്. നൗറു എങ്ങനെയാണ് സമ്പന്ന രാജ്യമായിട്ട് മാറിയത്? ഈ ഫോസ്ഫേറ്റ് കുഴിച്ചെടുത്തിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നൗറു ഒരു സമ്പന്ന രാജ്യമായി മാറിയത്. ബട്ട് ദ അൺകൺട്രോൾഡ് മൈനിങ് ആക്ടിവിറ്റീസ് ഓഫ് ദ എക്സ്റ്റെൻസീവ് ക്ലിയറിംഗ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ. എന്നാൽ അശാസ്ത്രീയമായ ഫോസ്ഫേറ്റ് മൈനിങ് എന്താക്കി? പണക്കൊതി മൂത്ത് അശാസ്ത്രീയമായ രീതിയിലുള്ള ഫോസ്ഫേറ്റ് മൈനിങ് ആ പ്രദേശത്തിൻ്റെ വെജിറ്റേറിയൻ, അവിടുത്തെ പച്ചപ്പ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. ദിസ് ലെഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് മെനി ബേർഡ്സ് ആൻഡ് ആനിമൽസ് വിച്ച് റിസൾട്ടഡ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ഇത് ആ നൗറു ദ്വീപിൽ കാണപ്പെടുന്ന പല പക്ഷികളുടെയും വംശനാശത്തിന് കാരണമായി. അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ വ്യതിയാനത്തിനൊക്കെ കാരണമായി. ഫോസ്ഫേറ്റ് ഡെപ്പോസിറ്റ് ആൾസോ ഗെറ്റ് എക്സോസ്റ്റഡ്. അവിടെയുള്ള ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപവും സാവധാനം എന്തായി? തീർന്നു പോയി. ടേണിങ് നൗറു
to an absolutely poor country is very in every respect. ഇന്ന് ഒരു കാലത്ത് സമ്പന്നമായ രാജ്യം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നൗറുവിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് നൗറു എല്ലാ അർത്ഥത്തിലും ഒരു ദരിദ്ര രാജ്യമായി മാറിയിരിക്കുന്നു. ഓക്കെ, ദെൻ വായിച്ചു നോക്കാം. യു ഹാവ് റീഡ് അബൌട്ട് നൗറു, the country which was once rich because of its phosphate mineral resource but now has become poor due to the depletion of the same. എന്താണ് നമ്മൾ വായിച്ച പാരഗ്രാഫ് എന്തിനെ കുറിച്ചുള്ളതാണ്? നൗറു എന്ന ദ്വീപിനെ കുറിച്ചുള്ളതാണ്. ആ ദ്വീപിൻ്റെ പ്രത്യേകത എന്താണ്? ആ ദ്വീപ് ഒരു കാലത്ത് ഫോസ്ഫേറ്റ് മൈനിങ്ങിലൂടെയാണ് റിച്ച് ആയിട്ടുള്ളത്. അതേ ഫോസ്ഫേറ്റ് ഇല്ലാതായതോട് കൂടിയിട്ട് ആ രാജ്യം എന്തായി? ഒരു ദരിദ്ര രാജ്യമായി മാറി. നൗ യു മൈറ്റ് ഹാവ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, അല്ലേ? താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. വാട്ട് ആർ റിസോഴ്സ്? എന്താണ് വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ? വാട്ട് ആർ ദ റിസോഴ്സ് ഡിപ്ലീഷൻ? എന്താണ് വിഭവങ്ങൾ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ? ഷുഡ് ദസ് റിസോഴ്സ് ബി കൺസർവ്ഡ്? ഈ വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ, അല്ലേ? അപ്പോൾ ഒരു കാലത്ത് സമ്പന്നമായ ഒരു രാജ്യം, ആ രാജ്യം സമ്പന്നമായതും വിഭവങ്ങൾ കൊണ്ടാണ്, ആ രാജ്യം ദരിദ്രമായതും ആ വിഭവങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പാരിസ്ഥിതിക സ്ഥിതികൾ നിലനിർത്തുന്നതിൽ ആ രാജ്യത്തിൻ്റെ വിഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് റിസോഴ്സ്? എന്താണ് റിസോഴ്സ്, വിഭവങ്ങളെന്ന് പറഞ്ഞാൽ? വാട്ട് കോസ് റിസോഴ്സ് ഡിപ്ലേഷൻ? എന്തുകൊണ്ടൊക്കെയാണ് വിഭവങ്ങൾ ഇല്ലാതാകുന്നത്? ഷുഡ് ദസ് റിസോഴ്സ് ബി കൺസർവ്ഡ്? ആ വിഭവങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണോ എന്നാണ്. നോക്കാം. ദ യൂണിറ്റ് ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് റിസോഴ്സ്. ഈ യൂണിറ്റ് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. ദസ് തിങ്സ് യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് റിസോഴ്സസ്. മനുഷ്യന് ഉപകാരപ്പെടുന്ന വിഭവങ്ങളെയാണ് എന്ത് പറയുന്നത്? റിസോഴ്സ് എന്ന് പറയുന്നത്. ദസ് തിങ്സ് യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് റിസോഴ്സ്. മനുഷ്യന് ഉപകാരപ്പെടുന്നതിനെയാണ് നമ്മൾ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഗിവൻ ബിലോ ദ പിക്ചേഴ്സ് ഓഫ് ഫ്യൂ റിസോഴ്സ് വി ഒബ്റ്റെയിൻ ഫ്രം ദ നേച്ചർ. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില വിഭവങ്ങളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസ് നോക്കാം. ഏതൊക്കെയാണ് ഫോട്ടോസ് ഉള്ളത്? നോക്കാം. റോക്സ്, അല്ലേ? റോക്സ് കല്ല് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവമാണ്. വെള്ളം, മണ്ണ്, സോയിൽ, വിൻഡ്, കാറ്റ്, മിനറൽസ്, അല്ലെ? ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വിവിധ തരം ശിലകൾ, മിനറൽസ്, സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ്. എല്ലാം മനുഷ്യനെന്താണ്? ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ദ തിങ്സ് ഡയറക്ട്ലി ഒബ്റ്റെയിൻ ഫ്രം ദ നാച്ചർ are useful to man are called natural resources. The things directly obtained from the nature, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിഭവങ്ങളാണെങ്കിൽ അതിനെന്താ പറയുക? നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ എന്നാണ് പറയുക. Our nature is endowed with the innumerable resources such as air, sunlight, wind, trees, water, അല്ലേ? കാറ്റ്, സൂര്യപ്രകാശം, വായു, തിരമാല, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ധാരാളം വിഭവങ്ങൾ നമ്മുടെ പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്, ആൾസോ മെൻഷൻ ദിസ് യൂസസ്, അല്ലേ? ഇവിടെ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. വേറെ നമുക്ക് ഇഷ്ടം പോലെ വിഭവങ്ങൾ, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ പറയാൻ സാധിക്കും. ഓരോ വിഭവങ്ങളും അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതുക. ഒരു 2 കോളം ആക്കിയിട്ട് ഒരു കോളത്തിൽ എന്ത് ചെയ്യുക? ഒരു വിഭവത്തിൻ്റെ പേര് എഴുതാൻ, അതിൻ്റെ ഓപ്പോസിറ്റ് കോളത്തിൽ അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് എഴുതാം. ഓക്കെ. എ ഫ്യൂ എമംഗ് ദ റിസോഴ്സ് യു ഹാവ് ലിസ്റ്റഡ് ആർ ലിവിങ് തിങ്സ് ആൻഡ് റെസ്റ്റ് ആർ നോൺ ലിവിങ് തിങ്സ്, അല്ലേ? ചില വിഭവങ്ങൾ ജീവനുള്ളതാണ്, ചിലതോ ജീവനില്ലാത്തതാണ്. ദ ലിവിങ് റിസോഴ്സ് ആർ കോൾഡ് ബയോട്ടിക് റിസോഴ്സ്, അല്ലേ? ജീവനുള്ള വിഭവങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ജൈവ വിഭവങ്ങൾ, ബയോട്ടിക് റിസോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദ നോൺ ലിവിങ് റിസോഴ്സ് ആർ കോൾഡ് അബിയോട്ടിക് റിസോഴ്സസ്, അല്ലേ? അപ്പം റിസോഴ്സ് മേ ബി എന്താവാം? ബയോട്ടിക് റിസോഴ്സ് ആവാം, അബിയോട്ടിക് റിസോഴ്സ് ആവാം. എന്താണ് ബയോട്ടിക് റിസോഴ്സ്? ബയോട്ടിക് റിസോഴ്സ് ആർ ദോസ് വിച്ച് ലിവിങ് തിങ്സ്, അല്ലേ? അബിയോട്ടിക് ആണെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ആണ് അബിയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. Some of these resources are available at all times.
ചില വിഭവങ്ങളൊക്കെ എല്ലാ സമയത്തും ലഭ്യമാണ്. ബട്ട് സം റിസോഴ്സ് ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് യൂസ്. എന്നാൽ ചില വിഭവങ്ങളാ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതാണ്. ചില വിഭവങ്ങൾ നമുക്ക് എല്ലാ കാലത്തും ലഭ്യമാകുന്നതാണ്, ചിലത് ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതാണ്. കാറ്റഗറൈസ് ദ ഗിവൺ റിസോഴ്സ് ആസ് എവർ അവൈലബിൾ ആൻഡ് എക്സോസ്റ്റബിൾ ഇൻ ഗിവൺ ഫോമാറ്റ്. അല്ലേ, താഴെ തന്നിരിക്കുന്ന ഈ വിഭവങ്ങൾ നോക്കിയിട്ട് ഇതൊക്കെ വ്യത്യസ്ത വിഭവങ്ങളാണ്. അതിൽ തീർന്നു പോകുന്നതും തീർന്നു പോകാത്തതും ഒക്കെയുണ്ട്. അല്ലേ, ഒന്ന് വിൻഡ്, കാറ്റ്, അതെന്താണ്, തീർന്നു പോകാത്തതാണ്. അല്ലേ, നെവർ എൻഡാണ് വിൻഡ്, അത് എങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കോൾ, കൽക്കരി, കൽക്കരി ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നതാണ്. ഭൂമിക്കടിയിൽ ലഭ്യമായിട്ടുള്ളൊരു വിഭവമാണെന്ത്, കൽക്കരി എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും. വാട്ടർ, വാട്ടർ എന്താണ്, നോൺ റിന്യൂവബിൾ ആണ്. ദെൻ വാട്ടർ റിന്യൂവബിൾ ആണ്. നാച്ചുറൽ ഗ്യാസ്, അല്ലെ, ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്, ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നതാണ്. സൺലൈറ്റ് തീർന്നു പോകുന്നതല്ല. ദെൻ ഫോറസ്റ്റ് തീർന്നു പോകുന്നതാണ്, ഉപയോഗിച്ചാൽ അതിനനുസരിച്ച് കുറഞ്ഞു പോകുന്നതാണ്. ദെൻ പെട്രോളിയം തീർന്നു പോകുന്നതാണ്. സോയിൽ തീർന്നു പോകുന്നതാണ്. അയൺ ഓർ, അയൺ ഓർ എന്താണ്, തീർന്ന് പോകുന്നതാണ്. ഇരുമ്പയിര് തീർന്നു പോകുന്നതാണ്. എന്നാൽ ഇതിൽ സോയിൽ, അതുപോലെ തന്നെ ഫോറസ്റ്റ്, വാട്ടർ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഉപയോഗിച്ചാൽ തീർന്നു പോകും, പിന്നീടുണ്ടാകും, അങ്ങനെ ഒരു രീതിയാണ്. അല്ലേ, ഫോറസ്റ്റ് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് അത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആളുകൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് വന വിഭവം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏതിലാണ് പരിഗണിക്കുക, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നതിലാണത് പരിഗണിക്കുക. അതുപോലെ തന്നെ മണ്ണും പിന്നീട് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ സമയമെടുക്കും. അപ്പോൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണും എന്തിലാണ് ഉൾപ്പെടുത്തുക, കുറഞ്ഞ് തീർന്നു പോകുന്നതിൽ എക്സോസ്റ്റബിൾ ആയിട്ടുള്ള റിസോഴ്സിലാണത് ഉൾപ്പെടുത്തുക. ഓക്കെ, ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എവർ അവൈലബിൾ റിസോഴ്സ്, എക്സോസ്റ്റബിൾ റിസോഴ്സ് അല്ലേ. അപ്പോൾ എവർ അവൈലബിൾ എന്ത് ചെയ്താം, വിൻഡ്, സൺലൈറ്റ് ഒക്കെ നമ്മൾ എന്തിൽ എഴുതാം, എവർ അവൈലബിൾ എഴുതാം. അതുപോലെ എക്സോസ്റ്റബിൾ റിസോഴ്സാണ് കോൾ, പെട്രോളൊക്കെ എന്താണ്. ദെൻ എവർ അവൈലബിൾ റിസോഴ്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, റിന്യൂവബിൾ റിസോഴ്സ്. റിന്യൂവബിൾ റിസോഴ്സ് എന്ന പേരിലാണ് എവർ അവൈലബിൾ. ഉപയോഗിച്ചാൽ തീർന്നു പോകാത്ത സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, ഇതൊക്കെ എന്താണ്, റിന്യൂവബിൾ റിസോഴ്സാണ്. അത് ഉപയോഗിച്ചെന്ന് വിചാരിച്ചാൽ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവില്ല. ബട്ട് എക്സോസ്റ്റീവ് റിസോഴ്സ് ആണെങ്കിൽ അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നാണ്. പുതുക്കാനാവാത്ത വിഭവങ്ങൾ, കോൾ, പെട്രോളിയം, സോയിലൊക്കെ എന്താണ്, നോൺ റിന്യൂവബിൾ ആണ്. അത് ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന വിഭവങ്ങളാണ്. ഓക്കെ, ദ നെക്സ്റ്റ്, ഇൻക്രീസിങ് നീഡ്സ്, എക്സോസ്റ്റിംഗ് റിസോഴ്സസ്. വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും വിഭവങ്ങളുടെ അമിതമായ ഉപയോഗവും. നോക്കാം, മാൻ മേക്ക് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആസ് ഇഫ് ദിസ് വെർ മെയ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹിം. ഒരു വിഭവം ഒരാൾക്ക് സ്വന്തമായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അയാളത് പരമാവധി ഉപയോഗിക്കുന്നു. ദ ഡിമാൻഡ് ഫോർ ദ നാച്ചുറൽ റിസോഴ്സ് ഇൻക്രീസ്ഡ് വിത്ത് ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് പ്രകൃതി വിഭവങ്ങൾക്കുള്ള ഡിമാൻഡും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഉറപ്പല്ലേ, ആളുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു, പെട്രോൾ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു, അതുപോലെ തന്നെ മണ്ണ് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു, മരം കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ എല്ലാം ആളുകൾ കൂടുന്നതിനനുസരിച്ച് നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിമാൻഡും എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ എക്സെട്ര. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പോപ്പുലേഷൻ ഇൻക്രീസ് മാത്രമല്ല, ബാക്കിയുള്ള കാരണങ്ങളാണ് എന്തൊക്കെയാണ്, ഇൻക്രീസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഇങ്ങനെയുള്ളതൊക്കെ കൂടി വരുന്നതിനനുസരിച്ച് നാച്ചുറൽ റിസോഴ്സിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്യാണ്, കൂടിക്കൂടി വരികയാണ്. ദിസ് ലെഡ് ടു ദ ലാർജ് സ്കെയിൽ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ്. ഇതെന്തിലേക്ക് നയിക്കുന്നു, വലിയ രീതിയിലുള്ള വിഭവ ദൗർബല്യത്തിലേക്ക് നയിക്കുന്നു. ഡിക്രീസ് ഇൻ ദ അവൈലബിലിറ്റി ആൻഡ് ഡിറ്ററിയറേഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് റിസോഴ്സ് ഡ്യൂ ടു ദ റോക്ക്ലെസ് യൂസേജ് ഇസ് കോൾഡ് റിസോഴ്സ് ഡിപ്ലീഷൻ. എന്താണ്, വിഭവങ്ങളുടെ ലഭ്യത കുറഞ്ഞു വരികയും അതുപോലെ തന്നെ ലഭ്യമായ വിഭവങ്ങളുടെ ഗുണമേന്മ കുറഞ്ഞു വരികയും ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിഭവ ദൗർബല്യം അല്ലെങ്കിൽ റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിലുള്ള വിഭവങ്ങൾ തീർന്നു പോവുക, അതല്ലെങ്കിൽ ലഭ്യമായ വിഭവങ്ങളുടെ ഗുണമേന്മ കുറഞ്ഞു വരിക, അതിൻ്റെ യൂസ്ഫുൾനെസ് കുറഞ്ഞു വരിക, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ആളുകളുടെ അന്ധമായ ഉപയോഗം കൊണ്ട്, റോക്ക്ലെസ് യൂസേജ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആളുകളെ വിഭവങ്ങളെ അമിതമായി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിസോഴ്സ് ഡിപ്ലീഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാം? റിസോഴ്സ് ഡിപ്ലീഷൻ, വിഭവ ദൗർബല്യം. ഒന്നെങ്കിൽ വിഭവങ്ങൾ ഇല്ലാതാകുന്നത്, കുറഞ്ഞു വരുന്നത്, അതല്ലെങ്കിൽ എന്താണ്, ഉള്ള വിഭവങ്ങളെ ഉപയോഗശൂന്യമാകുന്നത്, ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നതൊക്കെയാണ് റിസോഴ്സ് ഡിപ്ലീഷൻ. ദിസ് റിസൾട്ടഡ് ഇൻ ദ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇതെന്തിലേക്ക് എത്തിക്കും? വിഭവ ദൗർബല്യത്തിലേക്കും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കുമൊക്കെയാണ് അത് എത്തിക്കുന്നത്. ഇവിടെ സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് റീഡ്. ഐ ആം ഫൈറ്റിംഗ് ഫോർ മൈ ഫ്യൂച്ചർ. ഞാൻ എൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ഐ ആം ഹിയർ ടു സ്പീക്ക് ഫോർ ഓൾ ജനറേഷൻസ് ടു കം. വരാനിരിക്കുന്ന ഒരു തലമുറയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്നത്. ഐ ആം ബിഹാഫ് ഓഫ് ദ സ്റ്റാർവിംഗ് ചിൽഡ്രൻ. ഞാൻ കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളുടെ ഭാഗത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഐ ആം ഹിയർ ടു സ്പീക്ക് ഫോർ ദ കൗണ്ട്ലെസ് ആനിമൽസ് dying across this planet because they have nowhere left to go. വേറെ എവിടേക്കും പോവാനില്ലാതെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. വി കനോട്ട് അഫോർഡ് ടു ബി നോട്ട് ഹിയർഡ്. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഐ ആം അഫ്രൈഡ് ടു ഗോ ഔട്ട് ഇൻ ദ സൺ നൗ because of the holes in the ozone. ഞാൻ സൂര്യനെ പേടിച്ച് പുറത്തിറങ്ങാൻ എനിക്ക് പേടിയാണ്. സൂര്യനെ പേടിച്ച് ഞാൻ പുറത്തിറങ്ങുന്നില്ല. കാരണം എന്താണ്? ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ഐ ആം അഫ്രൈഡ് ടു ബ്രീത്ത് ദ എയർ ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് കെമിക്കൽസ് ആർ ഇൻ ഇറ്റ്. എനിക്ക് വായു ശ്വസിക്കാൻ എനിക്ക് പേടിയാണ്. ഇവിടെയുള്ള വായു അകത്തേക്ക് വലിച്ചെടുക്കാൻ എനിക്ക് പേടിയാണ്. കാരണം എന്താണ്? ഈ വായുവിൽ എന്തെല്ലാം തരത്തിലുള്ള കെമിക്കലാണുള്ളത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണ്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് പേടിയാണ്. കാരണം ആമസോൺ പാളിക്ക് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ എൻ്റെ ദേഹത്ത് പതിച്ചേക്കും. അതുകൊണ്ട് എനിക്ക് ഭയമാണ്. മറ്റൊന്നെന്താണ്? ഇവിടെയുള്ള വായു ശ്വസിക്കാൻ എനിക്ക് ഭയമാണ്. കാരണം എന്താണ്? അകത്തേക്ക് വലിച്ചെടുക്കുന്ന ഈ വായുവിൽ എന്തെല്ലാം തരത്തിലുള്ള കെമിക്കലാണുള്ളത് എന്ന് എനിക്കറിയില്ല. Did you have to worry about this little things when you were at any age? നിങ്ങൾ ഇത്തരം ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയപ്പെടാറുണ്ടോ? Yet we act as if we have all the time we want and all the solutions. Yet we act as if we have all the time. നമ്മൾ എല്ലായ്പ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. We want and all the solutions. നമ്മളെല്ലാ പരിഹാരങ്ങളും അതിനെ കാണണം. But I want you to realize neither do you. എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളത് ചെയ്യോ എന്നുള്ളതാണ്. You don't know how to bring salmon back up a dead stream. നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ് വരണ്ട അതല്ലെങ്കിൽ ശൂന്യമായി കിടക്കുന്ന അരുവിയിലേക്ക് മത്സ്യത്തെ എത്തിക്കുക എന്നുള്ളത്. ആൻഡ് യു കനോട്ട് ബ്രിങ് ബാക്ക്. നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല ഫോറസ്റ്റ്, വനത്തെ. ദാറ്റ് വൺസ് ഗ്രൂ വേർ ദർ ഇസ് നോ നൗ ഡെസേർട്ട്. ഒരു കാലത്ത് വനങ്ങളെ വളർന്നു വന്നിരുന്ന പ്രദേശത്ത് ഇപ്പോൾ ഡെസേർട്ടാണ്, മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ ഇനി എങ്ങനെ വീണ്ടും മരത്തെ തിരിച്ചു കൊണ്ടുവരാമെന്ന് നിങ്ങൾക്കറിയില്ല. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ഇറ്റ്, പ്ലീസ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഇറ്റ്. നിങ്ങൾക്കിതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് മുറിക്കാതിരിക്കുക. മരുഭൂമിയായിട്ടുണ്ട്, മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ആ പ്രദേശം ഇപ്പം മരുഭൂമിയായിട്ടുണ്ട്. ഇനി തിരിച്ചതിനെ എങ്ങനെ വനസമ്പുഷ്ട പ്രദേശമാക്കാമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളത് മുറിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The lines you read above are the excerpt from the speech given in the first United Summit at Rio de Janeiro in Brazil in 1992.
1992 ബ്രസീലിൽ നടന്നിട്ടുള്ള 1ാം UN എർത്ത് സമ്മിറ്റിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ മുകളിൽ വായിച്ചിട്ടുള്ളത്. ലിസണിങ് ടു സെവൻ ക്യുലി സുസുക്കി, എ 12-year-old ഗേൾ ഫ്രം കാനഡ. കാനഡയിൽ നിന്നുള്ള 12 വയസ്സുള്ള പെൺകുട്ടിയാണ് ഇത് നടത്തിയത്. The representative of various countries who attended the summit were left speechless. സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ പ്രസംഗം കേട്ടതോടുകൂടി ഒന്നും പറയാനില്ലാതെയായി. വാട്ട് ആർ ദ വറീസ് ഷെയർഡ് ബൈ ഗേൾ ഇൻ ഹർ സ്പീച്ച്? എന്തെല്ലാം ഭയപ്പാടുകളാണ് ആ പെൺകുട്ടി ആ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? എയർ സബ്ജക്റ്റഡ് ടു പൊല്യൂഷൻ, വായു മലിനമായിക്കൊണ്ടിരിക്കുന്നു. ഫോറസ്റ്റ് സബ്ജക്റ്റഡ് ടു ഡിസ്ട്രക്ഷൻ, വനം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആനിമൽസ് ഫേസിങ് ദ ത്രെഡ് എക്സ്റ്റിങ്ഷൻ, മൃഗങ്ങളെ വംശനാശന ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെന്താണ്? വാട്ടർ ഗെറ്റ് പൊള്യൂട്ടഡ്, വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഒരു അഡീഷണൽ റീഡിംഗ് ഉണ്ട്, വായിച്ചത്. It was the speech delivered by Srimati Indira Gandhi, the then Prime Minister of India, in the Conference of United Nations Organization held at Stockholm in 1972. 1972 UNO സ്റ്റോക്ക്ഹോമിൽ സംഘടിപ്പിച്ച എർത്ത് സമ്മിറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ടായിരുന്നു. which led to the observation of June 5 as the World Environment Day. ആ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം എന്നാണ്, ജൂൺ 5 പരിസ്ഥിതി ദിനം. Then dodo is a bird that became extinct. ഡോഡോ എന്ന പക്ഷി അത് വംശനാശം സംഭവിച്ചിരിക്കുന്നു. ബിക്കോസ് ഓഫ് ദ റോക്ക്ലെസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സ് ഓഫ് ബൈ മാൻ. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ വിഭവ ദുരുപയോഗമാണ് അതിന് കാരണമായിട്ടുള്ളത്. ഡോഡോ ബേർഡ്സ് വേർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് മൗറീഷ്യസ് ഐലൻഡ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ഐലൻഡിൽ ഉണ്ടായിരുന്ന ഒരു പക്ഷിയാണിത് ഡോഡോ. ഓക്കെ. ആൻഡ് വർ കിൽഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ മീറ്റ്. അതിനെ ധാരാളമായി മാംസത്തിന് വേണ്ടി അതിനെ കൊല്ലുകയാണ് ഉണ്ടായത്. അതർ ആനിമൽസ് ദാറ്റ് ആർ നൗ എക്സ്റ്റിങ്ക്റ്റ് ഇൻക്ലൂഡ്. വേറെയും കുറേ മൃഗങ്ങളെ ഇന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓറക് കാറ്റിൽ ഫൗണ്ട് ഇൻ ഇന്ത്യ, ഏഷ്യൻ ചീറ്റ എക്സെട്ര. ഇതൊക്കെ എന്താണ് ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Then observe the picture given. What will be the consequence of man's reckless use of resource? താഴ്ത്തുന്നിരിക്കുന്ന ചിത്രങ്ങളെ നിരീക്ഷിച്ചിട്ട് മനുഷ്യൻ്റെ വിഭവ ദുരുപയോഗം ഏതെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കുക. അല്ലേ? ഫസ്റ്റത്തെ ചിത്രം എന്താണ്? ധാരാളം വെഹിക്കിൾസ് ആണ് അല്ലേ? കാറുകൾ ഇങ്ങനെ ആളുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ വരും? അവിടെ പെട്രോൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും? പെട്രോളിൻ്റെ ലഭ്യത കുറയും. മറ്റൊന്നെന്തുണ്ടാകും? എയർ പൊല്യൂഷൻ ഉണ്ടാകും അല്ലേ? ട്രാഫിക് ജാം ഉണ്ടാകും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയാണ് അതിനോട് ഉണ്ടാകുക. ദെൻ അപ്പുറത്തെ രണ്ടാമത്തെ ചിത്രം എന്താണ്? വനനശീകരണമാണ് അല്ലേ? അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഫോറസ്റ്റ് ലാൻഡ് ബിക്കം ബാരൻ അല്ലേ? വനപ്രദേശങ്ങളൊക്കെ വരണ്ട പ്രദേശങ്ങളായിട്ട് മാറും. അതുപോലെ ഇനി ബാക്കി രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫിഷ്, അരുവികളിൽ നിന്ന് ഫിഷ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇപ്പുറത്ത് എന്താണ്? കോൾ മൈനിങ് നടത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതൊക്കെയാണ് ചോദിക്കുന്നത്. നേരത്തെ കൊടുത്ത പോലെ രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ ബാക്കി രണ്ടെണ്ണം നിങ്ങൾ താഴെ എഴുതാം അല്ലേ? ഇതൊരൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലേ എങ്ങനെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നത് എന്തിൻ്റെ ഫലമായിട്ടായിരിക്കും? വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും. അപ്പോൾ വാട്ടർ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഓക്കെ. ദെൻ
It is estimated that about 3 million cubic meter of wood is being used by man every year. കണക്കാക്കിയിരിക്കുന്നത് ഓരോ വർഷവും മനുഷ്യൻ 3 മില്യൺ ക്യൂബിക് മീറ്റർ മരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. മാൻ ക്ലിയേഴ്സ് ഫോറസ്റ്റ് അബൌട്ട് ദ സൈസ് ഓഫ് ഫുട്ബോൾ ഗ്രൗണ്ട് എവറി സെക്കൻഡ്. ഓരോ സെക്കൻഡിലും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വിസ്തൃതിയിലുള്ള പ്രദേശത്തുള്ള മരം ലോകത്താകമാനമായിട്ട് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Only about half of the present forest land will be left by 2020 if the present trend prevails. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ തുടരുകയാണെങ്കിൽ നിലവിലുള്ള വനസമ്പത്തിൻ്റെ പകുതിയായിട്ട് അത് ചുരുങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്. എങ്ങനെ നമുക്ക് വിഭവങ്ങളെ സംരക്ഷിക്കാം നോക്കുക. Judicious and careful use of resource as well as giving enough time for them to replenish can conserve the natural resource. എന്താണ് ജുഡീഷ്യസ് ആൻഡ് കെയർഫുൾ യൂസ് ഓഫ് റിസോഴ്സസ്? വിഭവങ്ങളുടെ കരുതിയുള്ള ഉപയോഗം, ആസ് വെൽ ആസ് ഗിവിങ് ഇനഫ് ടൈം, അതുപോലെ തന്നെ സമയം വിട്ടുകൊണ്ടുള്ള തുടർച്ചയായി ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ടുള്ള ഉപയോഗം. for them to replenish can conserve the natural resources. അതിലൂടെയൊക്കെ നമുക്ക് വിഭവങ്ങളെ പരമാവധി സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കുറച്ച് ചിത്രങ്ങൾ. യാത്ര എന്തിലൊക്കെ? സൈക്കിളിലൊക്കെ. അതുപോലെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. സോളാർ പാനലും വിൻഡ് വൈനും ഒക്കെ വൈദ്യുതിക്ക് വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന് പകരം ഇത്തരത്തിലുള്ള കാരിയർ ബാഗുകൾ ഉപയോഗിക്കുക. ഓക്കെ, ഇവിടെ 2 ഡേ കൊടുത്തിട്ടുണ്ട്. ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. ഓക്കെ, വർക്ക്ഷീറ്റ് ഉണ്ട്. എന്താണ്? കണക്ട് ദ കോളംസ് ഇൻ ദ റെസ്പെക്റ്റീവ് ഓർഡർ ഓഫ് ദ ആക്ടിവിറ്റീസ് ഇൻഡിക്കേറ്റിംഗ് ഓവർ യൂസ് ഓഫ് റിസോഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന കോളംസ് മാച്ച് ചെയ്യാനാണ്. എന്തിനെക്കുറിച്ചുള്ളതാണ്? ഓവർ യൂസ് ഓഫ് റിസോഴ്സിനെ കുറിച്ചുള്ള ഒരു ടേബിളാണ്. ദ ടൈപ്പ് ഓഫ് റിസോഴ്സ് ഡിപ്ലീറ്റഡ് ബൈ സച്ച് ആക്ടിവിറ്റീസ്. അതിൻ്റെ ഒരു കോളത്തിൽ എന്താ കൊടുക്കേണ്ടത്? ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടത് ഡിപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. മോർ റെമഡിയൽ മെഷേഴ്സ് മേ ബി ആഡഡ്. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കോളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? റിസോഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓവർ യൂസ് ഓഫ് റിസോഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇങ്ങനെ നോക്കിയാൽ അറിയാം. ഫസ്റ്റത്തെ വേർഡ് നോക്കിയാൽ ഒരുപാട് ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലേ? ആവശ്യമില്ലാത്ത കുറേ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് അമിതമായ വൈദ്യുതിയുടെ ഉപയോഗമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അമിതമായ വാഹനങ്ങളുടെ ഉപയോഗമാണ്. അതുപോലെ തന്നെ അടുത്തെന്താണ്? മരങ്ങൾ മുറിച്ച് മാറ്റുന്നതാണ്, അഥവാ വനനശീകരണമാണ്. ഇത് ലാസ്റ്റ് പിക്ചർ എന്താണ്? ജലസമ്പത്തിൻ്റെ അമിതമായ അല്ലെങ്കിൽ അശാസ്ത്രീയമായ ഉപയോഗങ്ങളാണ്. അപ്പോൾ അത് ഏതാണ് എന്നുള്ളത് സെക്കൻഡ് കോളം വെച്ചിട്ട് മാച്ച് ചെയ്യണം. മൂന്നാമത്തെ കോളത്തിൽ എന്താണ്? അതുകൊണ്ടല്ല അത് ഡിപ്ലീഷൻ ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണ്, അതിൻ്റെ റെമഡിയൽ എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? ഫസ്റ്റ് ഇപ്പം നോക്ക് നിങ്ങൾ, മേക്ക് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അതിനുള്ളൊരു പരിഹാരമാണ് അല്ലേ? ഇവിടെ ഇങ്ങനെ വന്നാൽ സെക്കൻഡ് പിക്ചറിൽ നിന്നുള്ളതാണ് എയർ റിസോഴ്സാണ് അല്ലേ? അറ്റ്മോസ്ഫിയർ മലിനമാകുന്നു ഇതുകൊണ്ട് ധാരാളം വാഹനങ്ങൾ ഉണ്ടായാൽ. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? മേക്ക് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. ബസ്, ട്രെയിൻ, അങ്ങനെയുള്ള പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ഇപ്പോൾ ബസ്സിൽ 50 ആളുകൾക്ക് വേണ്ടി ഒരു വാഹനത്തിൻ്റെ പുകയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് അല്ലേ? അതേസമയത്ത് 50 ആളുകൾ 50 വാഹനങ്ങളിൽ പോവുകയാണെങ്കിലോ 50 വാഹനങ്ങളുടെ പുക അന്തരീക്ഷത്തിലേക്ക് എത്തും. ഓക്കെ, യൂസ് ഫ്യൂൽസ് ദാറ്റ് ഡു നോട്ട് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. പരിസ്ഥിതി മലിനീകരണത്തിന് അല്ലെങ്കിൽ വായു മലിനീകരണത്തിന് കാരണമാവാത്ത രീതിയിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. ദെൻ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ നാച്ചുറൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻഡ് ഹെൻസ് ദേ ആർ ടു ബി കൺസർവ്ഡ്. അപ്പോൾ ഈ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? പ്രകൃതി വിഭവങ്ങളൊക്കെ പരിമിതമാണ്. അതുകൊണ്ട് നമ്മളതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. വി ഹാവ് ദ റൈറ്റ് ടു യൂസ് ദ എസെൻഷ്യൽ റിസോഴ്സ്. നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്.
ബട്ട് വി ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു യൂസ് ദം വിതൗട്ട് കൺസിഡറിങ് ദ നീഡ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്. എന്നാൽ വരാനിരിക്കുന്ന ഒരു തലമുറയെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കാൻ. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കി വേസ്റ്റാക്കി കളയുക എന്നുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കുന്ന വിഭവങ്ങൾ നമുക്ക് മാത്രമുള്ളതല്ല, അത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഉപയോഗിക്കാൻ. ബട്ട് വി ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു കൺസിഡറിങ് വിത്തൗട്ട് കൺസിഡറിങ് ദ നീഡ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഭാവി തലമുറയെ പരിഗണിക്കാതെ അത് ഉപയോഗിക്കാനുള്ള അവകാശം നമുക്കില്ല. വൈസ് യൂസ് ഓഫ് റിസോഴ്സ് ഷുഡ് ബി അവർ മോട്ടോ. ഒരു വസ്തുവിനെ ഉപയോഗിച്ച സാധനത്തെ പുനരുപയോഗിക്കുക എന്നുള്ളതും നമ്മുടെ ലക്ഷ്യമായി മാറണം. ഉപയോഗിച്ച സാധനങ്ങളൊക്കെ വലിച്ചെറിയുക എന്നുള്ളതല്ല, പുനരുപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളെയൊക്കെ പുനരുപയോഗിക്കുക എന്നുള്ളതും നമ്മുടെ ഉദ്ദേശമായി മാറണം. നോക്കാം, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് ആക്ട്സ് ഇൻ ഇന്ത്യ. വിഭവ സംരക്ഷണവും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള നിയമങ്ങളും, ഏതൊക്കെ നിയമങ്ങളുണ്ട് നോക്കാം. These laws have emerged from the necessity to control the reckless exploitation of nature that poses threat to every existence of man. ഭൂമിയിലെ ഓരോ മനുഷ്യൻ്റെയും നിലനിൽപ്പിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ വിഭവങ്ങളെ അശാസ്ത്രീയമായി അതല്ലെങ്കിൽ അമിതമായി ഉപയോഗപ്പെടുത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണ് നിയമങ്ങൾ? ഒന്ന്, സെക്ഷൻ 48A and section 41AG of Indian Constitution stating the conservation of nature as the duty of Indian citizens. ഇന്ത്യൻ ഭരണഘടനയിൽ 48A വകുപ്പും 51AG വകുപ്പും പറയുന്നത് എന്താണ്? പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ദെൻ മറ്റൊരു നിയമം എന്താണ്? നേച്ചർ കൺസർവേഷൻ ആക്ട് നിലനിൽക്കുന്നുണ്ട്, വാട്ടർ ആക്ട് നിലനിൽക്കുന്നുണ്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലനിൽക്കുന്നുണ്ട്, എയർ ആക്ട് നിലനിൽക്കുന്നുണ്ട്. ഈ നിയമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. റിസോഴ്സ് കൺസർവേഷൻ ഇൻ കേരള. കേരളത്തിലുള്ള വിഭവങ്ങളുടെ സംരക്ഷണം. The People's Movement for the Conservation of the Periyar River in 1999 led to the establishment of the Water Authority. 1999 പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടി ജനങ്ങൾ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഏതിലേക്ക് നയിച്ചത്? ജല അതോറിറ്റി എന്ന രീതിയിൽ സർക്കാർ കീഴിൽ ഒരു ജല അതോറിറ്റി ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചത്. വാരിയസ് ആക്ട് റിലേറ്റഡ് ടു റിസോഴ്സ് കൺസർവേഷൻ ഹാവ് എമർജ്ഡ് ഇൻ കേരള ഫോളോയിങ് പീപ്പിൾസ് മൂവ്മെൻറ്റ് ആൻഡ് ത്രൂ ദ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ് ഇടപെടലിലൂടെയും അതുപോലെ തന്നെ ജനകീയ പ്രസ്ഥാനങ്ങളായിട്ടുമൊക്കെ ധാരാളം വിഭവ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾസ്: ആക്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് പാഡി ഫീൽഡ്, എന്താണ് നെൽപ്പാടങ്ങൾ സംരക്ഷിക്കുന്ന നിയമം. ആക്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്, അതുപോലെ തന്നെ ചതുപ്പ് നിലയങ്ങൾ സംരക്ഷിക്കുന്ന നിയമം. ഇതൊക്കെ ഗവൺമെൻറ് പാസ്സാക്കിയെടുത്തത് ഗവൺമെൻറ്റിൻ്റെയും പൊതുജനങ്ങളുടെയും ഒക്കെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. ദ നെക്സ്റ്റ്, സേഫ് ഗാർഡ് നേച്ചർ ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനത്തിലൂടെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. എന്താണ്? ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ റൈറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു ഫുൾഫിൽ ദെയർ നീഡ്സ് ഈസ് ടേംഡ് ആസ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ്, നിലവിലുള്ള തലമുറയുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. വിത്തൗട്ട് കോംപ്രമൈസ് ചെയ്യാതെ. എങ്ങനെയാണ്? ദ റൈറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്, വരാനിരിക്കുന്ന തലമുറയോട് കോംപ്രമൈസ് ചെയ്യാതെ. ടു ഫുൾഫിൽ ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ ഒരു ആവശ്യത്തെ കോംപ്രമൈസ് ചെയ്യാതെ ഇന്നത്തെ അതിനെ വിഘാതം വരുത്താത്ത രീതിയിൽ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിപ്പോകണം. ഇസ് ടേംഡ് ആസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതിനെയാണ് എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിപ്പോകുന്ന വികസനത്തെയാണ് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ എന്താവാൻ പാടില്ല? വരാനിരിക്കുന്ന ഒരു തലമുറ അതുകൊണ്ട് കഷ്ടപ്പെടാൻ പാടില്ല. ദെൻ ഗാന്ധിജിയുടെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എർത്ത് പ്രൊവൈഡ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവറി മാൻസ് നീഡ്സ്
ബട്ട് നോട്ട് എവറി മെൻസ് ക്രീഡ്സ്. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് പ്രകൃതി അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഒരാളുടെയും അത്യാർത്തിയെ നിറവേറ്റുന്നതിനുള്ള വിഭവങ്ങൾ പ്രകൃതി നമുക്ക് നൽകുന്നില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഒരാളുടെയും അത്യാർത്തിയെ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള വിഭവങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ ലഭ്യമല്ല. ദെൻ recycling and reusing of resource as well as reducing their use and their means to sustainable development. സുസ്ഥിര വികസനത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണെന്ത്? ഉപയോഗിച്ച വസ്തുക്കളെ റീസൈക്കിൾ ചെയ്യുക, അത് വീണ്ടും ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുക. അതുപോലെ തന്നെ റീയൂസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാം. ഒരാൾ ഉപയോഗിച്ച് തീർന്ന സാധനങ്ങളിൽ നിന്ന് മറ്റെന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അതിനാണ് നമ്മൾ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീയൂസിങ്, ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ വീണ്ടും ഉപയോഗിക്കാം അല്ലേ. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? അത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത ആവശ്യത്തിന് നമുക്ക് അതന്നെ ഉപയോഗിക്കാം, ആ പ്ലാസ്റ്റിക് കുപ്പി തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് റീയൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ അത് റീസൈക്കിൾ ചെയ്തിട്ട് മറ്റു പല പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നതിനെയാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മാത്രം പിന്നെ എന്ത് ചെയ്താൽ മതി? പ്രകൃതിയിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. ദെൻ വാട്ട് ഡു ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സുസ്ഥിര വികസനത്തിന് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ലെറ്റ്സ് വർക്ക് ടുഗദർ, നമുക്ക് ഒരുമിച്ച് അതിനു വേണ്ടി ശ്രമിക്കാം. എന്തൊക്കെയാണ്? യൂസ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ കിച്ചൺ ഫോർ വാട്ടറിങ് പ്ലാന്റ്സ്. എന്ത് ചെയ്യാം? അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ എന്തിനുപയോഗിക്കുക? നമ്മൾ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷിയിടങ്ങളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പ്ലാന്റ് ട്രീസ് ഇൻ പബ്ലിക് പ്ലേസസ്, പൊതു ഇടങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. യൂസ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് സച്ച് ആസ് സോളാർ എനർജി, വിൻഡ് എനർജി എക്സെട്ര ടു ബി മാക്സിമം. പരമാവധി കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജവും ഒക്കെ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ കൽക്കരി അതേപോലെ തന്നെ പെട്രോളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ്? അത് പരിസ്ഥിതി സൗഹാർദ്ദപരമല്ല. ദെൻ എൻഷ്യൂർ സ്റ്റെപ്സ് ടു റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, മഴ പെയ്യുമ്പോൾ ആ വെള്ളം സംരക്ഷിച്ച് നിർത്തുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. യൂസ് ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം എന്ത് ചെയ്യാം? തുണി കൊണ്ടുള്ള ബാഗുകൾ ഉപയോഗിക്കാം. ദെൻ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ, ഇന്ന് മുതൽ ഞാനിതെല്ലാം ചെയ്തിരിക്കും. എന്താണ് ചെയ്യുക? റെഡ്യൂസ് എനർജി കൺസംഷൻ ബൈ, ഇന്ന് മുതൽ ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് റെഡ്യൂസ് എനർജി കൺസംഷൻ. വൈദ്യുതിയുടെ ഉപയോഗം നമ്മൾ കുറക്കണം. എങ്ങനെയാണ് കുറക്കുക? യൂസിങ് ഫാൻസ് ആൻഡ് ലൈറ്റ് ഓൺലി വെൻ നീഡഡ്, ഫാനും ലൈറ്റും ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. യൂസ് ഓൺലി എനർജി എഫിഷ്യൻ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, എന്ത് ചെയ്യാം? വൈദ്യുതി ലാഭിക്കാവുന്ന വൈദ്യുത ഉപകരണങ്ങൾ മാത്രം ഉപയോഗിക്കുക അല്ലേ. ചിലത് കൂടുതൽ വൈദ്യുതി ആവശ്യമുണ്ടാകും ചില ഉപകരണങ്ങൾക്ക്, എന്നാൽ അതിൻ്റെ തന്നെ വൈദ്യുതി കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകുന്ന ഉപകരണങ്ങളുണ്ടാവും, അത് ഉപയോഗിക്കുക. യൂസിങ് LED ബൾബ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ബൾബ്സ്, സാധാരണ ബൾബിന് പകരം എന്ത് ചെയ്യുക? LED ബൾബുകൾ ഉപയോഗിക്കുക. സാധാരണ ബൾബ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 60 വോൾട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ LED എത്രയാണ്? 6 വോൾട്ട് 9 വോൾട്ടിനൊക്കെയാണ് നമ്മൾ LED ബൾബുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺസർവ് ചെയ്യാനുള്ള മാർഗ്ഗമാണ്. അതുപോലെ അടുത്ത എന്താണ്? റീയൂസ് ദ ഫോളോയിങ് തിങ്സ്, ഞാൻ ഇന്ന് മുതൽ താഴെ പറയുന്ന സാധനങ്ങളൊക്കെ റീയൂസ് ചെയ്യും, അത് വീണ്ടും ഉപയോഗിക്കും, അത് ഒഴിവാക്കി കളയില്ല. എന്തൊക്കെയാണ്? പേപ്പറിനെ നമ്മൾ വീണ്ടും ഉപയോഗിക്കും. പേപ്പർ കൊണ്ട് നമുക്ക് പല ആവശ്യങ്ങൾ നടക്കും അല്ലേ, അതിനൊക്കെ ഉപയോഗിക്കും. ബോട്ടിൽസ് എന്ത് ചെയ്യാം? നമുക്ക് റീയൂസ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ പല ഐറ്റംസ്. നിങ്ങളെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ യൂട്യൂബിലൊക്കെ നിരവധി വീഡിയോസ് അല്ലേ, ഇങ്ങനെ വീട്ടിൽ വെച്ച് നമുക്ക് പല വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോത്ത്സ്, ഇതൊക്കെ നമ്മൾ റീയൂസ് ചെയ്യും. എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദ ഇഷ്യൂസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. യൂസ് റിസോഴ്സ് ഈഫ് എസെൻഷ്യൽ, വിഭവങ്ങൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ലെറ്റ് us റിട്ടേൺ ടു നേച്ചർ ആൻഡ് കൺസർവ് ഇറ്റ്, നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം, ആ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം. ലെറ്റ്സ് ബ്രിങ് ഫോർത്ത് ഗ്രേറ്റ് ചേഞ്ചസ് ത്രൂ അവർ
ലിറ്റിൽ ഫുഡ് സ്റ്റെപ്സ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു ചെറിയ സ്റ്റെപ്പിലൂടെ തന്നെ ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലേക്ക് നമുക്ക് നീങ്ങാം. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ്? റിസോഴ്സ്, വിഭവങ്ങൾ, റിന്യൂവബിൾ റിസോഴ്സ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് അല്ലേ, ദെൻ റിസോഴ്സ് ഡിപ്ലീഷൻ, ദെൻ റിസോഴ്സ് കൺസർവേഷൻ. ഇത്ര കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ മനുഷ്യന് ഉപകാരപ്പെടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഭവങ്ങൾ എന്ന് പറയുന്നത്. വിഭവങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? ജീവനുള്ള വിഭവങ്ങളുണ്ട്, അതിനെ ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയാം. ജീവനില്ലാത്തതാണെങ്കിൽ അബയോട്ടിക് റിസോഴ്സ് എന്ന് പറയാം. ഇനി ഉപയോഗം നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ, സൂര്യപ്രകാശം പോലെ ഉപയോഗിച്ചാൽ തീർന്നു പോകാത്ത വിഭവങ്ങളെ നമുക്ക് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയാം. എന്നാൽ ഉപയോഗിച്ച് തീർന്നു പോകുന്ന പെട്രോൾ, കൽക്കരി പോലെയുള്ള വിഭവങ്ങളാണെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയാം. ദെൻ വിഭവങ്ങളെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ദുരുപയോഗം എന്തിലേക്ക് നയിക്കും? വിഭവങ്ങളുടെ ഡിപ്ലീഷനിലേക്ക്, വിഭവ ദൗർബല്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഭവ ദൗർബല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പിന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്താ? റിസോഴ്സ് കൺസർവേഷൻ. വിഭവങ്ങൾ നമ്മൾ സംരക്ഷിക്കപ്പെടണം. ഓക്കെ.